അവന്റെ മോനെ ഏതാ സാധന ചുരുക്ക പഠിച്ചറപ്പ അടിച്ചു മാറ്റി കൊണ്ടുപോണതാ. മുതലാളിന്റെ ബാക്ക് കൂടെ പോണതാ. ഇതിപ്പോ കീസ കാലിയാണോ കോലാണേ? ഇതാ അടിച്ചു മാറ്റി പോവാ. അവിടെ ഫൈൻ അടക്കേണ്ടി വരും. അത് എങ്ങനെയുണ്ട് കഴിച്ചിട്ടെ? അടിപൊളി, കൃത്രിമത്തല്ലാത്ത ഒരു രക്ഷയില്ല. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നാണ്. കിട്ടിയത് ചോപ്പാണ്, നോക്കിയത് മഞ്ഞയാണ്, പക്ഷെ സംഭവം സൂപ്പറാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ ചേക്കാലിമാട് CSS ലൈബ്രറി സംഘടിപ്പിച്ച വായനക്കളരി എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഉദ്ഘാടന സെക്ഷനും ഒരു ചെറിയൊരു യാത്ര, ലഘുയാത്ര എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഞങ്ങൾ ചെന്നെത്തിയത് നമ്മുടെ കൂരിയാട് പാടത്ത് മല്ലികത്തോട്ടം, അതുപോലെ വത്തക്ക കൃഷി, ഈ രണ്ട് കാര്യങ്ങൾ സന്ദർശനം നടത്തി അതിനെപ്പറ്റി പഠിക്കാനുമാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. പ്രിയപ്പെട്ട CSS മെമ്പർമാരെ, ബാലവേദിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായന കളരിയുമായി ബന്ധപ്പെടുത്തിയ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന സെക്ഷനിലാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു അവധിക്കാലത്ത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നമ്മളോട് ആവശ്യപ്പെട്ട പ്രകാരം നിരവധി പ്രോഗ്രാംസുകൾ നമ്മൾ സംഘടിപ്പിച്ചു. അതിൻ്റെ ഒരു ഔപചാരിക ഉദ്ഘാടനമാണ് ഇന്നിവിടെ നമ്മൾ പ്രകൃതി രമണീയമായിട്ട് നമ്മളിന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർ, വിദ്യാർത്ഥികളെല്ലാം തന്നെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് പ്രധാനമായിട്ടും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഏകദേശം ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെ നീണ്ടു നിൽക്കുന്ന വായനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടിയാണിത്. വായനക്കളരി എന്നുള്ള പേരിലാണ് ലൈബ്രറി കൗൺസിൽ നമുക്ക് ഇത് പരിപാടി നടത്താൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വിവിധ തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പരിപാടിയാണ് ലഘു യാത്ര എന്നുള്ളത്. അതിൻ്റെ ആ രീതിയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ പൂക്കളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും പൂക്കളെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൃഷിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കൃഷിയെ കുറിച്ചുള്ള ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കുന്ന പ്രിയപ്പെട്ട സനൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടി ഉദ്ഘാടന സെക്ഷനിലേക്ക് കടക്കുകയാണ്. കൂടുതലായിട്ടൊന്നും പറയണില്ല. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട മാഷിനെ ഏൽപ്പിച്ചുകൊണ്ട് മാഷിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ചേക്കാലിമാട് സാംസ്കാരിക സമിതിയുടെ സാരഥി സക്കീർ, നമ്മുടെ കൃഷിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്ത് സനൽ, CSSന്റെ റസാക്ക്, അതുപോലെ തന്നെ ഷമീം ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ ഷമീം സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സനലിനെ പോലുള്ള ആളുകൾ നമ്മളെ നാട്ടിൽ തന്നെ, അത് മറ്റൊരു ദുരുദ്ദേശം അല്ലെങ്കിൽ ഒരു ലാഭേച്ഛയോ ഒരു വിൽപ്പന മനോഭാവം ഒന്നുമില്ല, ആളുകൾക്ക് കൺകുളിർക്ക് കാണാനുള്ള ഒരു കാഴ്ച സമ്മാനിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇതിവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അത് കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കൊക്കെ ഇവർ ഒരുക്കി തന്നു എന്നുള്ളതാണ്. നമ്മൾ അവരോട് കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. വായനാക്കളരിയുടെ ഉദ്ഘാടനം കൂടി ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ലൈബ്രറിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്, അല്ലെ? എന്തിനാ ലൈബ്രറിയുടെ പണി എന്താ? വായിക്കുക എന്നുള്ളതാണ്, അല്ലെ? വായിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ഇതിന് ചെയ്യേണ്ടത്? ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിലെ അലമരക്കകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതവിടെ ഇങ്ങനെ ചെതൽ പിടിച്ചു പോയാൽ മതിയോ? എന്താ ചെയ്യേണ്ടത്? അതെടുത്തിട്ട് വായിക്കണം. വായിക്കാറുണ്ടോ? വായിക്കാറില്ല. വായിക്കണം, അല്ലെ? നമുക്ക് എന്താ ഇപ്പൊ വായിക്കാൻ സമയം വളരെ കുറവാണ്, സമയം കിട്ടുന്നില്ല. കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് കിട്ടിയാൽ എന്താ ചെയ്യാ? വീട്ടിൽ നിന്ന് ഉമ്മാന്റെ ഫോണ് മെല്ലെ അടിച്ചു മാറ്റിയിട്ട് നമ്മൾ റീൽസ് കാണും, അല്ലെ? റീൽസ് കാണാം, അല്ലെങ്കിൽ യൂട്യൂബിൽ വേറെ എന്തെങ്കിലും വീഡിയോ കണ്ട് നമ്മളെ സമയം അങ്ങനെ ചെലവഴിച്ചു പോകും. പാലാണി സ്കൂൾ കേട്ടിട്ട് നിങ്ങൾ? പാലാണിയിൽ ഒരു സ്കൂളുണ്ട്, ഒരു LP സ്കൂളുണ്ട്, കേട്ടിട്ടുണ്ടോ? അലക്സ് മാസ്റ്ററുടെ ഒരു സ്കൂളാണത്. അപ്പൊ ഞാൻ അവിടെ പരിപാടിക്ക് ഉണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ, എന്താ വെച്ചാൽ ഒരു 11 മണിക്ക്, എല്ലാ ദിവസവും 11 മണിക്ക് ഒരു ബെല്ലാണ്. 11 മണിക്ക് ആ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്യൂണ് തൊട്ട് അടുക്കളയിൽ പാചകം ചെയ്യുന്ന പാചകക്കാരി വരെ 10 മിനിറ്റ് വായിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും, എന്ത് പുസ്തകമാവട്ടെ, പത്രമാവട്ടെ, മാഗസിൻ ആവട്ടെ, എന്താണ് 10 മിനിറ്റ് വായിക്കുക. അതൊരു ശീലാണ്.
അത് 2-3 വർഷമായിട്ട് നിർബാധം അവരവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ വായിക്കുന്നു, മുതിർന്നവർ വായിക്കുന്നു. ഈ രക്ഷിതാക്കൾ ആ സമയത്ത് സ്കൂളിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവരും ആ സമയത്ത് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത് ഒരു 10 മിനിറ്റ് വായിക്കും. അതൊരു ദിനചര്യയുടെ ഒരു ഭാഗമായി മാറിക്കണം. എന്നതുപോലെ നമ്മൾ വായിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറണം. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിവുണ്ടാവും, നമ്മുടെ ജീവിത രീതിക്കൊക്കെ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇനി മാറൂലേ? വായിക്കൂലേ? കൂടുതലായിട്ട് വായിക്കുക, അധിക സമയം മൊബൈലിൽ ചെലവഴിക്കാതിരിക്കുക. ഇത്ര ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ വന്ന ഈ മല്ലികയുമായി ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്ത് സനൽ അവറുകൾ നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി ഞാൻ വഴിമാറി കൊടുത്തുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ജനപ്രതിനിധിയും അധ്യാപകനായ സുബൈർ മാഷ്, അദ്ദേഹം ചക്കാലിമാട് സാംസ്കാരിക ക്ലബിൻ്റെ ഭാരവാഹികളായുള്ള സുഹൃത്തുക്കള്, നമ്മളെന്താ വെച്ചാൽ ഈ വായനാക്കളയുടെ ഭാഗമായിട്ട് വർഷം നടത്തുന്ന ഈ വർഷം അതെന്താ വെച്ചാൽ ഇത് നടത്തിയ സംഘാടകർക്ക് ആദ്യം നന്ദി പറയാം. കാരണം ഇതേപോലെ വെക്കേഷൻ ടൈമിൽ ഇത്ര ചെറിയ കുട്ടികളായിട്ട് ഈ കൃഷി കാണാനും അതേപോലെ തന്നെ ഇത് പഠിക്കാനൊക്കെ വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഞങ്ങളെ കർഷകരുടെ ഭാഗത്തുനിന്ന് ആദ്യം തന്നെ ഒരു അഭിവാദ്യം അർപ്പിക്കുകയാണ്. കാരണം കൃഷി എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലുള്ള ആളുകൾ പഠിച്ച് വളരേണ്ട സംഭവമാണ്. നമ്മളിപ്പോൾ കാലാകാലങ്ങളായിട്ട് ഈ വായ, നെല്ല് ഇതാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റം വരുത്തട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ മല്ലികൻ്റെ കൃഷി ചെയ്തിരുന്നു പാടത്ത്. അതേപോലെ തന്നെ മല്ലികല്ല, സൂര്യകാന്തി കൃഷി അത് ഈ ഭാഗത്ത് ചെയ്തിരുന്നു. ഇപ്പം മല്ലിക ഉണ്ട്, ഇപ്പോൾ നമ്മളെ താമര കൃഷിയിലുണ്ട്. ഇതൊക്കെ വ്യാവസായികമായിട്ട് വിപണനം നടത്തുന്നതിനൊപ്പം ഒരു നാട്ടിൽ മാറ്റം വരണം. നമ്മൾ കാലാകാലം തുടർന്നുകൊണ്ടിരിക്കുന്നത് മാറ്റം വരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയിലേക്ക് തിരിഞ്ഞുള്ളത്. അതേപോലെ തന്നെ മീൻ വളർത്തലുണ്ട്, മീൻ കൃഷിയുണ്ട്. ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ആ ചോക്കാലിമാട് പാടത്തൊക്കെ സംഗതി നടക്കും, കുറേ നടക്കും. നമ്മളെന്താ വെച്ചാൽ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്, നമ്മൾ ഒരു 10-30 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഇതൊക്കെ കൊല്ലം സംഘടിപ്പിക്കല്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു നാട്ടിലെ ഉത്സവമായിട്ട് ഇതേമാതിരി ആൾക്കാർ വന്നിക്കാണ്ട് കാണും. കുറേ ഫാമിലി ആയിട്ട് നമ്മളൊന്നും പുറത്തേക്ക് പോകല്ലേ, കുറേ ആളുകൾ പുറത്തേക്ക് പോകാത്ത ആളുകൾ. അപ്പോൾ ഇതേമാതിരി ഇത് കാണുന്ന സമയത്ത് കുറേ ആളുകൾ വരലുണ്ട്, കാണലുണ്ട്, സന്ദർശിച്ച് പോവും. നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വരുന്നത് നമുക്കൊരു സന്തോഷമാണ്, വളരെ സന്തോഷം. നിങ്ങൾ എത്തിയതും സംഘടകർക്കും നന്ദി പറയണേ. അപ്പം ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഞങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. അപ്പോൾ ഓഫീസിലായതുകൊണ്ട് കുറച്ച് ഇതാണ്. അപ്പോൾ ആളുകൾ ഇന്ന് കാണുമ്പോൾ 20 രൂപ ടിക്കറ്റിൻ്റെ നിലയ്ക്ക് ഞായറാഴ്ചകളിലൊക്കെ നല്ല ഇത് പെയിന്റിന് പോകാനുണ്ട്. പെയിന്റിന് പോകാന്ന് വെച്ചാൽ നമുക്ക് ഒക്കൂല. 1 കിലോന് 10 രൂപ കിട്ടും. അത് നമ്മൾ കേരളത്തിൽ എടുക്കൂല. ഗുണ്ടൽപേട്ട് ആ വാങ്ങൽ കയറ്റി 10 രൂപ കിലോനോ? 10 കിലോ ആണെങ്കിൽ ആ വേസ്റ്റ് കാർ ഫുള്ളാണ്. വലിയൊരു ലാഭം പ്രതീക്ഷിച്ച് നമുക്കിത് പറ്റൂല. എന്തെങ്കിലും ചോദിക്കാണ്ട? ആ പറയാ, പെരിയിലുണ്ടാവുമ്പോ ഇത്ര എന്തുണ്ടാവുമല്ലോ, ഇവിടെ ഉണ്ടാക്കിയത് എന്തിട്ടുണ്ടാവും? ഇത് നമ്മൾ ഇതെന്താ വെച്ചാൽ ഇത് ഹൈബ്രിഡാണ്. സാധനം ഹൈബ്രിഡ് വിത്താണ്. നമ്മൾ സാധാരണ നാട്ടിലുണ്ടാണ് ആ ചെറിയ ചെണ്ടുമല്ലിത്. നമ്മൾ ബാംഗ്ലൂരിന് തൈ കൊടുന്നാണ് ഇവിടെ പിടിപ്പിച്ചാണ്. അത് ഇത് വിത്ത് കൊണ്ടേ ഉണ്ടാക്കിയാൽ വീട്ടിലുണ്ടാവില്ല. ഇത് തൈ തന്നെ കൊണ്ടേ വെക്കാം. ഇതാണ് ഈ ചെടീൻ്റെ പ്രത്യേകത. ഈ വിത്ത് വെച്ചിട്ട് കാര്യമില്ല അല്ലേ? അല്ല, അപ്പൊ തയ്യാണോ കൊണ്ടല്ലേ? ആ യെസ്, തയ്യാണ്. തണ്ണിമത്തിലാണെങ്കിലും മാഷ തന്നെ ഇവിടെ ഉണ്ടാകുന്ന സാധനത്തിന് വിത്ത് എടുത്താണ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതും വിത്ത് വരണം, എന്നിട്ട് അതിന് ഉണ്ടാക്കാം. ഇതിപ്പോ ഡെയിലി നടക്കുന്നുണ്ടോ അതിന്? 2 ദിവസം മൊത്തമായതുകൊണ്ട് ചോദിക്കാൻ വളം ഇല്ല, വളത്തിന് ആവശ്യമില്ല. ശരിക്കും ഈ പാടത്ത് ഇവിടെ എന്താ ഇതല്ലാത്ത സമയത്ത് എന്താ കൃഷി? ഇതല്ലാത്ത നെല്ലുണ്ട്. നെല്ല് കഴിഞ്ഞിട്ടാണ് ഇത് തണ്ണിമത്തനും ഈ മല്ലിക എന്നൊക്കെ ഉണ്ടാകുന്നത്. നെൽകൃഷിയാണ് ഇവിടുത്തെ ഇവിടെ പിന്നെ ചേക്കാലിമാട് സാംസ്കാരിക സമിതി ഇവിടെ വായനാക്കളരി എന്ന പേരിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഇങ്ങനെ എല്ലാ ലൈബ്രറിയിലും നമ്മുടെ ലൈബ്രറിയിലും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരുപാട് പദ്ധതികളാണ് ഈ വായനക്കളരി എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ വിശാലമായിട്ടുള്ള നമ്മൾ പൂന്തോട്ടം കാണാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുണ്ടാക്കിയ ആൾ ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുന്നേ സംസാരിച്ച സനൽ എൻ്റെ സുഹൃത്തും കൂടിയാണ്. വളരെ നല്ല രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വളരെ എല്ലാവർക്കും മനോഹരമായി എല്ലാവർക്കും ആസ്വദിക്കാനും കാണാനുമുള്ള ഒരു രീതി ഇവിടെ സെറ്റ് ചെയ്ത് തന്നെ സനലിനെ പോലുള്ള ആളുകളെ ഞാൻ മുക്താണ്ട് അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്
ആദ്യമായിട്ട് ഈ പരിപാടിക്ക് വന്ന എല്ലാ കുട്ടികളെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഓ മല്ലികേൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഇനി നമുക്ക് വത്തക്ക കൃഷിയുണ്ട് ഇവിടെ, അതിനെപ്പറ്റി നമുക്ക് കാണാം. അപ്പം എല്ലാവരും വരി. വത്തക്ക കൃഷിയാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. വരി. നമ്മൾ വത്തക്ക കഴിക്കാറല്ലോ, ഇതെങ്ങനെ ഉണ്ടാവണ അറിയില്ലല്ലോ. പോരി. ഏയ് മഞ്ഞ കളർ. ഇപ്പൊ വന്ന വത്തം കിട്ടും, എല്ലാം കഴിഞ്ഞിട്ടാണ് വത്തം കിട്ടൂല. നേരെ പൊടിക്ക് മുമ്പ് രസാക്കാൻ അതൊന്നും അങ്ങനെ വരില്ല, അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും. ഓൾക്ക് കിട്ടി, ഓളൊന്നും ഭയങ്കര കഷ്ടം. ഇപ്പൊ തരും ഇതാ വത്തക്ക, ലൈവ് വത്തക്ക കേട്ടോ മുറിക്കണ്ടേ. ഇത് ചുവപ്പാണേ. ആ അടിപൊളി ഗൈസ്, ലൈവ് വത്തക്കാണ് അവിടെ കാണിക്കുന്നത്. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? സൂപ്പറാണോ? എന്താ കേട്ടോ? അടിപൊളി. ഓ ഞാൻ ഒന്ന് കഴിച്ചോട്ടെ. ഓ എന്താ മധുരം! ആ ചോപ്പിനേക്കാളും മഞ്ഞ പൊളിക്കും, നല്ല പൊടികളെ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? പൊളി സാധനം. ഓലോട് ചോദിച്ചു, ഓര് പറഞ്ഞു. വത്തക്ക കഴിച്ചോ? എങ്ങനെയുണ്ട്? പൊളി സാധനല്ലേ, കഴിച്ചൂടി. അതല്ല അഭിപ്രായം പറയും. എന്താ മധുര കയ്പ? ഇവിടെ ഇങ്ങനെ വത്തക്ക മുറിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. കമ്പനി തകരോ? ഒരു കുഴപ്പമില്ല, നല്ല സാധനം. എങ്ങനെയുണ്ട് കഴിച്ചിട്ടേ? അടിപൊളി, കൃത്രിമത്തില്ലാത്ത ഒരു രക്ഷയില്ല. വീണ്ടും കഴിക്കാൻ തോന്നാണ്. കിട്ടിയത് ചോപ്പാണ്, നോക്കിയത് മഞ്ഞയാണ്, പക്ഷെ സംഭവം സൂപ്പറാണ്. എല്ലാരും കൊടുത്തു, നമുക്ക് അധികം. വത്തക്ക ഞാൻ ആർക്കാ കിട്ടാത്തോലുണ്ടാ? എല്ലാവർക്കും കിട്ടിയാ? ചുവപ്പാണോ? മഞ്ഞ വത്തക്ക ഇനി ഉണ്ടാവോ? ഇത് മഞ്ഞ എന്നാ മേയ്ക്കോ. ഒരു മഞ്ഞ കൊടുത്താ. ആ മഞ്ഞ കൊടുത്താ. കുറേ നേരമായി മഞ്ഞക്ക് വെക്കണം. ആ പോരാ. അഭിപ്രായം പറയൂ. പൊളി. കുട്ടികളൊക്കെ മൊലാളിന്റെ ബാക്ക് കൂടെ പോണതാ. ഇതിപ്പോ കീസ കാലിയാണോ കോലാണേ? എത്തകരിയിലെ ഒരു കഴിക്കല് എന്താ ഇത് കഥ? സ്യാബിനോ? വല്ലാത്ത ജാതി. ഇവിടെ ഉഷാറാക്കട്ടാ. കുട്ടികളെ നല്ല അസിലി, ഒരു കേടില്ല. ഇവിടെ പൊട്ടിച്ച് രണ്ടാം കഴിക്കാം. അതാ മലയാളിനോട് ചോദിച്ചേക്കണ.
എത്ര വത്തക്കന്നു? എത്ര വത്തക്കന്നു? 9 കടിച്ച തമ്പുരാൻ 9 വത്തക്കന്നു. 2 വത്തക്ക? ഇജ എത്ര വത്തക്കന്നു? എണ്ണീനാ വത്തക്ക തിന്നിട്ട് എണ്ണീനാ? എത്ര? 6 എന്താടതൊക്കെ എവിടേക്കത് പോകണ്ടേ? പിന്നെ നമ്മളിപ്പോൾ മല്ലിക കണ്ടു, വത്തക്ക കൃഷി കണ്ടു, എല്ലാം കണ്ടു. അപ്പോൾ ഇനി നമ്മളിനി ഇത് വൈൻഡപ്പ് ചെയ്യണം. ഒന്നും പറയാത്തവർക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.